സൂര്യൻ ഒരിക്കലും അസ്തമിക്കാത്ത സ്വർണ്ണ നിറത്തിലുള്ള ഒരു സാമ്രാജ്യത്തിലായിരുന്നു എലാറയുടെ കഥ തുടങ്ങുന്നത്. അവളുടെ അച്ഛനൊരു കച്ചവടക്കാരനായിരുന്നു. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു അവരുടെ കൊച്ചു വീട്. നക്ഷത്രങ്ങളുടെ ഒരു കഷ്ണം. ഇതായിരുന്നു അദ്ദേഹം എലാരയ്ക്ക് നൽകിയ ഏറ്റവും വലിയ നിധി. എലാര. അവളുടെ കണ്ണുകളിൽ പച്ചപ്പും ഹൃദയത്തിൽ സ്വർണവുമുണ്ടായിരുന്നു. അച്ഛന്റെ വാക്കുകളായിരുന്നു അവളുടെ കരുത്ത്. സന്തോഷങ്ങൾ നിറഞ്ഞ ആ വീട് പെട്ടെന്ന് നിശബ്ദമായി. അച്ഛന്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന മുറികൾ ഒന്നിനു പുറകെ ഒന്നായി അടയ്ക്കപ്പെട്ടു. ഈ മുറിയും ഇതിനുള്ളിലെ ഓർമ്മകളുമെല്ലാം അവസാനിച്ചു. രാജകുമാരിയെപ്പോലെ വളർന്നവൾ ഇന്ന് അടുക്കളയിലെ കരിപുരണ്ട വെറുമൊരു വേലക്കാരിയായി മാറി. പക്ഷേ അവളുടെ കണ്ണുകളിലെ തിളക്കം മാത്രം മാഞ്ഞില്ല. ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ ആ വെളിച്ചം ഒരിക്കലും അണയില്ല. അച്ഛാ, ഞാൻ എല്ലാം ഓർക്കുന്നുണ്ട്. ഇവളെ നോക്കൂ, ഇവൾക്കിപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപം പോലുമില്ലല്ലോ. അഹങ്കാരികളായ സഹോദരിമാർ അവളെ പരിഹസിച്ചു. അവൾക്ക് സിൻഡ്രല്ല എന്ന് പേരിട്ടു. ആ ചാരത്തിനിടയിൽ അവളുടെ കണ്ണുനീർ ആരും കണ്ടില്ല. രാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ അവൾ അച്ഛൻ നൽകിയ ആ ചെറിയ രഥം നെഞ്ചോട് ചേർത്തു പിടിച്ചു. അവളുടെ പ്രതീക്ഷകളെ തകർക്കാൻ ആ ക്രൂരയായ രണ്ടാനമ്മ ശ്രമിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ കാലത്തെ മറക്കാൻ അവൾ എലാരയോട് കൽപ്പിച്ചു. പ്രതീക്ഷ എന്നത് നിന്നെപ്പോലെ ഒരു വേലക്കാരിക്ക് ചേർന്നതല്ല എലാര. നിന്റെ അച്ഛനെക്കുറിച്ചുള്ള സകല ഓർമ്മകളും ഈ തീയിൽ എറിഞ്ഞടങ്ങട്ടെ. കൊട്ടാരത്തിൽ നിന്നും ഒരു അറിയിപ്പ്. രാജകുമാരന്റെ നൃത്തവിരുന്നിലേക്ക് രാജ്യത്തെ എല്ലാ പെൺകുട്ടികളെയും ക്ഷണിച്ചിരിക്കുന്നു. ആ വാർത്ത നാട് നീളെ പടർന്നു. എലാരയുടെ മനസ്സിലും ഒരു ചെറിയ പ്രതീക്ഷ നാമ്പിട്ടു. രാജകുമാരന്റെ ഹൃദയം കവർന്നെടുക്കാൻ പോകുന്ന ആ ഭാഗ്യവതി ആരായിരിക്കും? അഹങ്കാരികളായ സഹോദരിമാർ ഒരുക്കങ്ങളുടെ തിരക്കിലായിരുന്നു. പാവം എലാരയ്ക്ക് ജോലികളുടെ ഒരു മല തന്നെ അവർ നൽകി. അവളെ തളർത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതാണോ നിന്റെ വേഷം? ഈ പഴയ തുണിയെടുത്താണോ നീ കൊട്ടാരത്തിൽ പോകുന്നത്? നീ ഇവിടെ ഇരുന്നാൽ മതി. അടുക്കളയിലെ ചാരം തൂക്കാൻ നീയാണ് ഏറ്റവും അനുയോജ്യത. അസൂയമൂത്ത ആ സഹോദരിമാർ അവളുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി. താൻ തനിച്ചാണെന്ന തിരിച്ചറിവ് എലാരയെ തളർത്തിക്കളഞ്ഞു. എല്ലാവരും പോയി. ആ വലിയ വീട്ടിൽ അവൾ ഒറ്റയ്ക്കായി. തന്റെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോയെന്ന് കരുതി അവൾ വിങ്ങിക്കരഞ്ഞു. പെട്ടെന്നൊരു അത്ഭുതം സംഭവിച്ചു. അവളുടെ കണ്ണുനീർ വീണപ്പോൾ ആ ചെറിയ രഥം ഉണർന്നു. പ്രകാശത്തിന്റെ ഒരു പുഴ അവളെ പൊതിഞ്ഞു. നക്ഷത്രങ്ങൾ കൊരുത്ത ആ കണ്ണാടി ചെരുപ്പുകൾ അവളുടെ പാദങ്ങളിൽ മിന്നിത്തിളങ്ങി. ഇത് സത്യം തന്നെയാണോ? കൊട്ടാരമുറ്റത്ത് ആ അത്ഭുതരഥം വന്നു നിന്നു. വായുവിൽ മാന്ത്രികതയുടെ മണം പടർന്നു. ആരാണീ സുന്ദരി? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഒരു മാലാഖയെപ്പോലെ അവൾ ശോഭിച്ചു. ഞാൻ അറിയില്ല നിങ്ങൾ ആരാണെന്ന്, പക്ഷേ എന്റെ ഹൃദയം പറയുന്നു ഞാൻ നിങ്ങളെ തേടുകയായിരുന്നു. അവർ നൃത്തം ചെയ്തു.
സ്വർണവും പച്ചയും നീലയും കലർന്ന ഒരു സ്വപ്നത്തിലെന്ന പോലെ അവർ ഒന്നായി നീങ്ങി. അവൾ ആരാണെന്ന അവളുടെ വിചാരം? ആ വസ്ത്രം കണ്ടോ? എത്ര ധിക്കാരമാണ്! മിണ്ടാതിരിക്കൂ. അവളുടെ ആ കണ്ണുകൾ എവിടെയോ കണ്ടുമറന്നതുപോലെ. അസൂയയോടെ ആ സഹോദരിമാർ നോക്കി നിന്നു. സ്വന്തം വീട്ടിലെ ആ പാവം പെൺകുട്ടിയാണ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കൊട്ടാരത്തിലെ ബഹളങ്ങളിൽ നിന്നും അകന്ന് നിലാവെളിച്ചത്തിൽ അവർ തനിച്ചായി. അവിടെ വെച്ചാണ് തന്റെ ഹൃദയത്തിലെ രഹസ്യം അവൻ അവളോട് പങ്കുവെച്ചത്. ഈ വരക്ക് നോക്കിയ യന്ത്രം സത്യമുള്ള ഹൃദയങ്ങളെ മാത്രമേ കാണിച്ചു തരികയുള്ളൂ എന്ന് എന്റെ അച്ഛൻ പറയുമായിരുന്നു. അത് നിങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. ചില നിമിഷങ്ങൾ എന്നെന്നും നിലനിന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നിമിഷം അവസാനിക്കില്ല. ഞാനത് വാഗ്ദാനം ചെയ്യുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു. മാന്ത്രികത മാഞ്ഞു തുടങ്ങുന്നു. ഒരു വാക്കുപോലും പറയാതെ അവൾ ഓടിമറഞ്ഞു. തന്റെ ഹൃദയത്തിന്റെ ഒരു കഷ്ണം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ സൂര്യനുദിച്ചു. പക്ഷേ രാജകുമാരന്റെ മനസ്സിൽ ആ സുന്ദരിയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. ഈ ചെറുപ്പിന്റെ ഉടമസ്ഥയെ ഞാൻ കണ്ടെത്തും. അവൾ എവിടെയാണെങ്കിലും എന്റെ ഹൃദയം അവളെ തിരിച്ചറിയും. രാജകൽപ്പനയുമായി ആ ദൂതൻ ഓരോ വീടുകളിലുമെത്തി. ഒടുവിൽ അവൻ എലാരയുടെ പടിക്കൽ വന്നു നിന്നു. അസൂയയും അഹങ്കാരവും നിറഞ്ഞ ആ സഹോദരിമാർക്ക് ആ ദിവ്യമായ ചെരുപ്പ് വഴങ്ങിയില്ല. രണ്ടാനമ്മ അവളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. പക്ഷേ എലാര തോൽക്കാൻ തയ്യാറായിരുന്നില്ല. വിധിയുടെ ചക്രം തിരിഞ്ഞു. രാജകുമാരൻ തന്റെ ഹൃദയം കവർന്ന ആ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞു. ആ കണ്ണുകൾ, ഇത് നീ തന്നെയാണ്. ആ അത്ഭുതം വീണ്ടും സംഭവിച്ചു. ആ കണ്ണാടി ചെരുപ്പ് അവളുടെ പാദങ്ങൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചതായിരുന്നു. സ്നേഹവും നന്മയും ഒരിക്കൽ കൂടി വിജയിച്ചു. എലാരയും രാജകുമാരനും ആ സ്വർണ സാമ്രാജ്യത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. അവളുടെ അച്ഛൻ പറഞ്ഞതുപോലെ ആ വെളിച്ചം ഒരിക്കലും അണഞ്ഞില്ല. നമ്മുടെ കഥ ഇതൊരു പുതിയ തുടക്കമാണ്.